ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 37, 38 ദശകങ്ങൾ നോക്കാം. ആദ്യം 37ാമത്തെ ദശകം, കൃഷ്ണാവതാര പ്രസ്താവം. ഒന്നാമത്തെ ശ്ലോകം. സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അഭികർമ്മശേഷവശതോ യേതേ നയാദാഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിപ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. പദമുറിച്ച് പറയാം. സാന്ദ്രാനന്ദതനോ ഹരേ നനു പുര ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അഭി കർമ്മശേഷവശതഃ യേ തേ ന യാതാ ഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപ വിരിഞ്ചം ആശ്രിതപദം ദേവൈഃ പുരാ ഏവ ആഗതൈഃ. നനു സാന്ദ്രാനന്ദതനോ ഹരേ, അല്ലയോ പരമാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ, പുരാ പണ്ട്, ദൈവാസുരേ സങ്കരേ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ത്വത്കൃത്താഹ അഭി അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടവരായിട്ടും കർമ്മശേഷവശതഃ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും അവശേഷിച്ചിരുന്നത് കൊണ്ട് യേ ന യാഥാഗതിം യാതൊരുവരാണോ മോക്ഷത്തെ പ്രാപിക്കാതിരുന്നത് തേ അവർ ഭൂതലജന്മനാം ഭൂമിയിൽ വന്ന് പിറന്ന തേഷാം ആ അസുരന്മാരുടെ ഭാരേണ ഭാരം കൊണ്ട് ദൂരാർദിത ഭൂമി അത്യന്തം പീഡിതയായ ഭൂമി പുരാ ഏവ മുമ്പു തന്നെ ആഗതൈഹി എത്തിച്ചേർന്ന ദേവൈഹി ദേവന്മാരാൽ ആശ്രിതപദം ആശ്രയിക്കപ്പെട്ട വിരിഞ്ചം പ്രാപ വിരിഞ്ചനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ്, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ പണ്ട് ദേവാസുര യുദ്ധം എന്ന് പറയുമ്പോൾ പാലാഴി മഥന സമയത്ത് അമൃത കലശവുമായിട്ട് ധന്വന്തരി മൂർത്തി പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്ന ആ സമയത്ത് അസുരന്മാർ അത് തട്ടിപ്പറച്ചു എന്നാണ്. അത് കണ്ടപ്പോൾ ദേവന്മാർക്ക് ദുഃഖമായി. ദേവന്മാർ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ പിന്നീട് മോഹിനി രൂപത്തിൽ അവിടെ വന്നിട്ട് അസുരന്മാരിൽ നിന്ന് അമൃത് വാങ്ങിയിട്ട് ദേവന്മാർക്ക് മാത്രമായിട്ട് വീതിച്ചു കൊടുത്തു. ഈ കഥ 29ാമത്തെ ദശകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ദേവാസുര യുദ്ധത്തിൽ മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ അങ്ങയാൽ വധിക്കപ്പെട്ടവരാണെങ്കിലും ഭഗവാൻ അവരെയൊക്കെ വധിച്ചുവെങ്കിലും പുണ്യകർമ്മങ്ങളുടെ ഫലവും അതുപോലെ തന്നെ പാപകർമ്മങ്ങളുടെ ഫലവും അനുഭവിക്കാൻ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് മോക്ഷം കിട്ടിയില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും ഈ ഭൂമിയിൽ വന്ന് ജനിക്കുകയാണ്. അപ്പോൾ ആ അസുരന്മാരുടെ ഭാരം കൊണ്ട് അത്യന്തം ദുഃഖിച്ച ഭൂമി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ഭൂമിദേവി ബ്രഹ്മാവിൻ്റെ അടുത്ത് വരുന്നതിന് മുൻപ് തന്നെ ദേവന്മാർ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. പുരായേവ ആഗതൈഹി ദേവൈഹി ആശ്രിതപദം വിരിഞ്ചം പ്രാപ. മുമ്പ് തന്നെ ദേവന്മാരാൽ ആശ്രയിച്ച ബ്രഹ്മാവിനെ ഭൂമിദേവി ശരണം പ്രാപിച്ചു. ഇനി 2ാമത്തെ ശ്ലോകം. ഹാ ഹാ ദുർജന ഭൂരിഭാരമധിതാം പാഥോ നിധൗ പാദുകാമേതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുരപ്രലാപവിവശാമാലോക്യ ധാതാ മഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദദ്ധ്യൗ ഭവന്തം ഹരേ. പദമുറിച്ച് പറയാം. ഹാ ഹാ ദുർജന ഭൂരിഭാരമധിതാം പാഥോനിധൗ പാദുകാം ഏതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛ ദേവാൻ ഇമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാം ആലോക്യ ധാതാ മഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതഃ ദദ്ധ്യൗ ഭവന്തം ഹരേ.
ഹാ ഹാ ദുർജനഭൂരിഭാരമധിതാം പാഥോനിധൗ പാതുകാം. അയ്യോ, ദുഷ്ടരായ അസുരന്മാരുടെ ഭാരാധിക്യം കൊണ്ട് മതിക്കപ്പെട്ടവളും സമുദ്രത്തിൽ ചെന്ന് പതിക്കാറായവളുമായ ഏതാം പാലയ, ഈ ഉള്ളവളെ കാത്തുകൊള്ളണേ. ഹന്ത മേ വിവശതാം, കഷ്ടം എന്നെ, എൻ്റെ ഈ അവശതയെക്കുറിച്ച് ഇമാൻ ദേവാൻ സംപൃച്ഛ, ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി. ഇത്യാദി എന്നിങ്ങനെ പ്രചുരപ്രലാപ വിവശാം മഹീം, പലതും പറഞ്ഞ് വൈവശ്യത്തോടെ നിൽക്കുന്ന ഭൂമിയെ ധാതാ ആലോക്യ, ബ്രഹ്മാവ് നോക്കിയിട്ട് പരിതഃ ദേവാനാം വദനാനി വീക്ഷ്യ, ചുറ്റുമുള്ള ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് നോക്കിയിട്ട് ഹരേ ഗുരുവായൂരപ്പ ഭവന്തം ദധ്യൗ, അങ്ങയെ ധ്യാനിച്ചു. അപ്പോൾ ഇവിടെ ഭൂമിദേവി ബ്രഹ്മാവിനോട് പറയാണ്, അയ്യോ, ഈ അസുരന്മാരുടെ പാപഭാരം കൊണ്ട് ഈ ഉള്ളവള് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഞാനിതാ ഈ കാരണജലത്തിൽ വീഴാറായിരിക്കുകയാണ്, കാത്തോളണേ. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇതാ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി എന്നിങ്ങനെ പലതും പറഞ്ഞ് വിലപിച്ചു കൊണ്ട് നിൽക്കുന്ന ഭൂമിയെ ബ്രഹ്മാവ് നന്നായിട്ട് ഒന്ന് നോക്കുകയാണ്. പിന്നീട് ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെ മുഖത്തേക്കും സൂക്ഷിച്ചു നോക്കിയിട്ട് മെൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ ബ്രഹ്മാവ് അങ്ങയെ ധ്യാനിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ അവനവന് തന്നെ ആണെങ്കിലും, അവനവന് വേണ്ടിയിട്ടാണെങ്കിലും അതല്ല, അതുപോലെ അന്യർക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ദുഃഖമുണ്ടാകുമ്പോൾ അതിൻ്റെ നിവാരണത്തിനായിട്ട് ആദ്യം ശ്രീഹരിയെ തന്നെ സ്മരിക്കണം എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് 3-ാമത്തെ ശ്ലോകം. ഊജേ ചാംബുജഭൂരമൂനൈസുരാധ സത്യം ധരിത്ര്യാവചോ നന്വസ്യ ഭവതാം ച രക്ഷണവിധോ ദക്ഷോ ഹി ലക്ഷ്മീപതി സർവേ സർവപുരസ്സരാ വയമിതോ ഗത്വാ പയോവാരിധിം നത്വാ തം സ്തുമഹേ ജവാദിദിയയു ശാകം തവാഗേതനം. പദമുറിച്ച് പറയാം. ഊജേ ച അംബുജഭൂഃ അമൂൻ അയി സുരാഃ സത്യം ധരിത്ര്യാ വചഃ നനു അസ്യ ഭവതാം ച രക്ഷണവിധൗ ദക്ഷഃ ഹി ലക്ഷ്മീപതി സർവപുരസ്സര വയം ഇതഃ ഗത്വാ പയോവാരിധിം നത്വാ തം സ്തുമഹേ ജവാദ് ഇതി യയുഃ സാഗം തവ ആഗേതനം. അംബുജഭൂഃ അമൂൻ ഊജേ ച, ബ്രഹ്മാവ് ഇവരോട് പറയുകയും ചെയ്തു. ഐ സുരാഹ, അലയോ ദേവന്മാരെ, ധരിത്ര്യാഹ വചഃ സത്യം, ഭൂമി പറഞ്ഞത് പരമാർത്ഥം തന്നെയാണ്. നനു അസ്യാഹ ഭവതാം ച, നിങ്ങളുടെയും ഈ ഭൂമിയുടെയും രക്ഷണവിധൗ, പരിപാലനത്തിന് ദക്ഷഃ, സമർത്ഥനായിട്ടുള്ളത് ലക്ഷ്മീപതിഹി, മഹാവിഷ്ണു തന്നെയാണ്. സർവ പുരസ്സരാഹ, പരമേശ്വരനെ മുൻനിർത്തിക്കൊണ്ട് വയം സർവേ, നമ്മളെല്ലാവരും ഇതഹ, ഇവിടെ നിന്ന് പയോവാരിധിം ഗത്വ, പാലാഴിയിൽ ചെന്നിട്ട് ജവാദ്, പെട്ടെന്ന് തന്നെ തം നത്വ, ഭഗവാനെ വണങ്ങിയിട്ട് സ്തുമഹേ, സ്തുതിക്കേണ്ടതാണ്, ഇതി സാഗം എന്ന് പറഞ്ഞിട്ട് തവ ആഗേതനം യയുഹു, അങ്ങയുടെ വാസസ്ഥലത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവ് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഭഗവാനെ ധ്യാനിച്ചതിന് ശേഷം പറയാണ്, ഹേ ദേവന്മാരെ, ഭൂമി പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങളെയും അതുപോലെ ഭൂമിയെയും ഈ സങ്കടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സമർത്ഥനായിരിക്കുന്നത് മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് മഹാദേവനെ മുന്നിൽ നടത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് പെട്ടെന്ന് തന്നെ പാലാഴിയിലെത്തിയിട്ട് മഹാവിഷ്ണുവിനെ സ്തുതിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വൈകുണ്ഠത്തിലേക്ക് പോവാണ്. ഇനി 4-ാമത്തെ ശ്ലോകം. തേ മുക്താനിലശാലി ദുഗ്ധജലധേ സ്ഥിരം ഗദാ സംഗദാ യാവത്വത്പദചിന്തനൈകമനസസ്താവത്സ പാഥോജഭൂ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്നൂജിവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തഥാകർണ്യതാം. പദമുറിച്ച് പറയാം. തേ മുക്ത അനിലശാലി
दुग्धजलधेः तीरं गताः सङ्गता यावत् त्वद् पदचिन्तन एकमनसः तावत् सा पाथोजभूः त्वद् वाचं हृदये निशम्य सकलान् आनन्दयन् ऊजिवान् आख्यातः परमात्मना स्वयम् अहं वाक्यं तद् आकर्ण्यताम्. ते मुक्त അനിലശാലി ഇളം കുളിർക്കാറ്റേറ്റിട്ടുള്ള ദുഗ്ധജലധേഹ പാലാഴിയുടെ തീരം ഗതാഹ തീരത്ത് ചെന്നിട്ട് ത്വത് പദചിന്തന ഏകമനസ അങ്ങയുടെ തൃപ്പാദത്തിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ട് യാവത് സംഗതാഹ എപ്പോഴാണോ ഒന്നിച്ചു നിന്നത്, ദേവന്മാരെല്ലാവരും ഒരുമിച്ച് ഭഗവാനിൽ തന്നെ മനസ്സിരുത്തിയത് എപ്പോഴാണോ താവത് അപ്പോൾ സഹ പാദോജഭൂഹു ആ ബ്രഹ്മാവ് ത്വത് വാചം ഹൃദയേ നിശമ്യ ഗുരുവായൂരപ്പ അങ്ങയുടെ വാക്കിനെ ഹൃദയത്തിൽ ധരിച്ചിട്ട് എന്ന് പറയുമ്പോൾ അന്തരംഗത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ട് സകലാൻ ആനന്ദയൻ സകലരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഊജിവാൻ പറയപ്പെട്ടു. ഇപ്രകാരം പറഞ്ഞു. പരമാത്മന സ്വയം അഹം ആഖ്യാതഃ പരമാത്മാവിനാൽ സ്വയം ഞാൻ ആഖ്യാനിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പരമാത്മാവ് നേരിട്ട് എന്നോട് പറഞ്ഞു. തത് വാക്യം ആകർണ്യതാം ആ പറഞ്ഞതിനെ ആ ഭഗവാൻ പറഞ്ഞതിനെ കേട്ടാലും. അപ്പം ഇവിടെ ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരും ഇളം കുളിർക്കാറ്റ് വീശുന്ന ആ പാലാഴിയുടെ കരയിൽ ചെന്നിട്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ തന്നെ മനസ്സ് വെച്ച് എല്ലാവരും ഒന്നിച്ചു നിന്നിട്ട് ബ്രഹ്മാവ് പുരുഷ സൂക്തം ചൊല്ലി സ്തുതിക്കുകയാണ്. അപ്പോൾ ദേവന്മാർ ആ സ്തുതിവാക്യത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ഒരേ മനസ്സുള്ളവരായിട്ട് അങ്ങനെ നിന്നു. ആ സമയത്ത് ഭഗവാന്റെ വാക്കുകൾ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചു. അവിടെ ഏകമനസ്കരായി നിൽക്കുന്ന എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് ബ്രഹ്മാവ് ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ. അടുത്തത് 5-ാമത്തെ ശ്ലോകം. ജാനേ ദീനദശാമഹം ദിവിഷതാം ഭൂമേശ്ച ഭീമൈർനൃപൈസ്തത്ക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാവൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്ഥമിതി ത്വദീയവചനം പാദോജഭൂരുജിവാൻ. പദമുറിച്ച് പറയാം. ജാനേ ദീനദശാം അഹം ദിവിഷതാം ഭൂമേഃ ച ഭീമൈഃ നൃപൈഃ തത് ക്ഷേപായ ഭവാമി യാദവകുലേ സഹ അഹം സമഗ്ര ആത്മനാ ദേവ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാഃ ച അവനൗ മത്സേവാർത്ഥമിതി ത്വദീയവചനം പാഥോജഭൂരുജിവാൻ. പാഥോജഭൂഹു ബ്രഹ്മാവ് ഇതി ത്വദീയവചനം ഗുരുവായൂരപ്പ ബ്രഹ്മാവ് ഇപ്രകാരമുള്ള ത്വദീയവചനം അങ്ങയുടെ വാക്കിനെ ദേവന്മാരോട് പറഞ്ഞു. ദിവിഷതാം ഭൂമേഹേച്ച ദേവന്മാരുടെയും ഭൂമിദേവിയുടെയും നൃപൈഹി ദീനദശാം രാജാക്കന്മാരാൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള പരിതാപകരമായ അവസ്ഥയെ അഹം ജാനേ ഞാൻ അറിയുന്നു. സഹ അഹം ആ ഞാൻ തത് ക്ഷേപായ അവരെ നശിപ്പിക്കാനായിട്ട് യാദവകുലെ സമഗ്ര ആത്മന ഭവാമി യാദവവംശത്തിലെ പൂർണ്ണാവതാരമായിട്ട് ഭവിക്കും. ദേവാഹ ദേവാംഗനാഹ ച ദേവന്മാരും ദേവസ്ത്രീകളും മത്സേവാർത്ഥം എന്നെ സേവിക്കാനായിട്ട് അവനൗ ഭൂമിയിൽ വൃഷ്ണികുലത്തിൽ കലയ നിങ്ങളുടെ അംശം കൊണ്ട് ഭവന്തു പിറക്കണം. അപ്പം ഇവിടെ ഭഗവാൻ പറഞ്ഞത് ബ്രഹ്മാവ് ദേവന്മാരോട് പറയുകയാണ്. ദേവന്മാരുടെയും അതുപോലെ ഭൂമിദേവിയുടെയും കഷ്ടങ്ങളെ ഞാൻ അറിയുന്നുണ്ട്. അവരെ കഷ്ടപ്പെടുത്തുന്ന ആ രാജാക്കന്മാരെയൊക്കെ തന്നെ ഞാൻ ഉന്മൂലനം ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ യാദവകുലത്തിൽ പരിപൂർണ സ്വരൂപനായിട്ട്
അവതരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ സേവിക്കാനായിട്ട് ഭൂമിയിൽ വൃഷ്ണികുലത്തിൽ അവരവരുടെ അംശങ്ങളെ കൊണ്ട് ജനിക്കണം. അപ്പോൾ ഇവിടെ ഭൂമിയുടെ ഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനാവുമ്പോൾ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നടത്തണമെങ്കിൽ ചില ബന്ധുക്കളും സ്നേഹിതരും സഹായികളും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ യാദവന്മാരെ എന്ന് പറയുന്നത് അവതാര കാര്യങ്ങളിൽ ഭഗവാനെ സഹായിക്കാൻ ഭഗവാൻ കൽപ്പിച്ചതനുസരിച്ച് ഭൂമിയിൽ അവതരിച്ച ദേവന്മാരാണ്. ഇത് തന്നെ മനുഷ്യനാട്യം. അടുത്തത് 6ാമത്തെ ശ്ലോകം. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാപിത സ്വാന്തേഷ്വീശ ഗതേഷു താവക കൃപാ പീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവ സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ്രാജാസ ശൂരാത്മജ. പദമുറിച്ച് പറയാം. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിത സ്വ അന്തേഷു ഈശ ഗതേഷു താവക കൃപാ പീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവക നന്ദനാം ഉദവഹത് രാജ സ ശൂരാത്മജഃ. ഈശ കർണരസായനം, ഭഗവാനെ കാതുകൾക്ക് രസായനം തന്നെയായ തവ വചനം ശ്രുത്വ, അവിടുത്തെ വാക്കുകളെ കേട്ടിട്ട്, നിർവാപിത സ്വ അന്തേഷു, ഉള്ളം കുളിർത്തവരും, താവക കൃപാപീയൂഷ, അങ്ങയുടെ കാരുണ്യാമൃതത്താൽ തൃപ്ത ആത്മസു, തൃപ്തിപ്പെട്ട മനസ്സോടുകൂടിയവരും ആയ, സർവേഷു ഗതേഷു, എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് പോയതിനു ശേഷം, ഭവത് സാന്നിധ്യ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്, പുണ്യ ഉത്തരെ, ഉത്കൃഷ്ടമായ പുണ്യത്തോടു കൂടിയതും, അതുപോലെ തന്നെ വിഖ്യാതെ മധുരാപുരെ, കീർത്തി കേട്ടതുമായ മധുരാപുരിയിലെ ശൂരാത്മജ സഹ രാജ, ശൂരസേനൻ്റെ പുത്രനായ ആ രാജാവ്, ധന്യാം ദേവകനന്ദനാം, ധന്യയായ ദേവകപുത്രിയെ, ദേവകിയെ, ഉദവഹത് കില, വിവാഹം കഴിച്ചുവല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പ മെൽബത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ കർണാമൃതമായ അവിടുത്തെ വാക്കുകളെ കേട്ടിട്ട് ഉള്ളം കുളിർത്തവരും, അങ്ങയുടെ വഴിഞ്ഞൊഴുകുന്ന കാരുണ്യം കൊണ്ട് സംതൃപ്ത മനസ്സോടുകൂടിയവരുമായ എല്ലാവരും സ്വന്തം സ്ഥാനങ്ങളിലേക്ക് പോയതിനു ശേഷം, ഗുരുവായൂരപ്പ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടും വർദ്ധിച്ചു വരുന്ന പുണ്യത്തോടു കൂടിയതും കീർത്തി കേട്ടതുമായ മധുരാപുരിയിലെ ശൂരസേനൻ്റെ പുത്രനായ ആ രാജാവ് വസുദേവര് ധന്യയും അതുപോലെ തന്നെ ദേവകൻ്റെ പുത്രിയുമായ ദേവകിയെ വിവാഹം കഴിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോധ സമ്മാനയന്നേതൗ സൂതതയാ ഗതഃ പഥിരഥേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേരിതഃ സന്ത്രാസാസതു ഹന്തുമന്തിഗഗദാം തൻവീം കൃപാണീമധാത്. പദമുറിച്ച് പറയാം. ഉദ്വാഹാവസിതൗ തദീയ സഹജഃ കംസഃ അഥ സമ്മാനയൻ ഏതൗ സൂതതയാ ഗതഃ പഥി രഥേ വ്യോമോത്ഥയാ ത്വത് ഗിരാ അസ്യാഹ ത്വാം അതിദുഷ്ടം അഷ്ടമസുതഃ ഹന്ത ഈരിതഃ സന്ത്രാസാത് സ തു ഹന്തും അന്തികഗദാം തൻവീം കൃപാണീം അധാത്. ഉദ്വാഹാവസിതൗ അഥ, ദേവകി വസുദേവന്മാരുടെ വിവാഹാനന്തരം, തദീയ സഹജഃ, ദേവകിയുടെ സഹോദരനായ കംസൻ, ഏതൗ സമ്മാനയൻ, അവരെ നന്നായി മാനിച്ചുകൊണ്ട്,
സൂതതയാ ഗതഃ സാരഥിയായിട്ട് പോവുകയും പഥി രഥേ വഴിക്ക് തേരില് അതിദുഷ്ടം ത്വാം അസ്യാഹ അഷ്ടമസുതഃ ഹന്ത ഇതി മഹാദുഷ്ടനായ നിന്നെ ഇവളുടെ എട്ടാമത്തെ പുത്രൻ വധിക്കും ഇതി എന്ന് വ്യോമോത്ഥയ ആകാശവാണിയാൽ ത്വദ്ഗിര അങ്ങയുടെ തന്നെ വാക്കിനാൽ ഹന്ത കഷ്ടം ഈരിതഃ ക്ഷോഭിച്ചിട്ട് സഹാത്തു ആ കംസനാകട്ടെ സന്ത്രാസാത് ഭയചകിതനായിട്ട് അന്തിക ഗതാം തൊട്ടടുത്ത് തന്നെ നിന്നിരുന്ന തന്വി ആ സാധു സ്ത്രീയെ ദേവകിയെ ഹന്തും സംഹരിക്കാനായിട്ട് കൃപാണിം അഥാത് വാള് എടുത്തു. അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം സഹോദരനായ കംസൻ രണ്ടുപേരെയും തേരിലിരുത്തിയിട്ട് സൂതനായിട്ട് സ്വയം തേര് തെളിച്ചുകൊണ്ട് സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തേരിലിരുന്നു കൊണ്ട് ഒരു അശരീരി കേൾക്കാണ്, ഇവളുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ഭഗവാന്റേതായ ആ അശരീരി കേട്ടിട്ട് ഭയം കൊണ്ട് നന്നേ കോപിച്ച കംസൻ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ദേവകിയെ വധിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വാളെടുക്കുകയാണ്. ഇനി എട്ടാമത്തെ ശ്ലോകം. ഗൃഹാനശ്ചിഗുരേഷു താം ഖലമതി ശൗരേ സ്ഥിരം സാന്ത്വനേർന്നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോധയാദോ ഗൃഹാൻ ആദ്യം ത്വസ്സഹജം തഥാർപ്പിതമഭി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമഭി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാഹി ധീരഗത. പദമുറിച്ച് പറയാം. ഗൃഹാനഃ ചിഗുരേഷു താം ഖലമതിഃ ശൗരേഃ ചിരം സാന്ത്വനൈഃ നോമുഞ്ചൻ പുനഃ ആത്മജ അർപ്പണഗിര പുനരാത്മജാർപ്പണഗിര പ്രീതഃ അഥ യാതഃ ഗൃഹാൻ ആദ്യം ത്വത് സഹജം തഥ അർപ്പിതം അഭി സ്നേഹേന ന അഹൻ അസൗ ദുഷ്ടാനാം അഭി ദേവ പുഷ്ടകരുണ ദൃഷ്ട ഹി ധീഹി ഏകത. താം ചിഗുരേഷു ഗൃഹാനഃ അവളുടെ എന്ന് പറയുമ്പോൾ ദേവകിയുടെ തലമുടിക്ക് കടന്നു പിടിച്ച ഖലമതിഹി ദുഷ്ടമനസ്സോടുകൂടിയ കംസൻ ശൗരേഹേ ചിരം സാന്ത്വനേഹി വസുദേവര് കുറേ നേരം കംസനെ സമാധാനിപ്പിച്ചിട്ടും നോമുഞ്ചൻ വിടാതിരുന്നപ്പോൾ ദേവകിയെ വിടാതിരുന്നപ്പോൾ പുനഃ പിന്നീട് ആത്മജ അർപ്പണ ഗിര ഇവളുടെ കുട്ടികളെയെല്ലാം താങ്കൾക്ക് സമർപ്പിക്കാം എന്ന വസുദേവരുടെ വാക്ക് കേട്ടിട്ട് പിന്നീട് സന്തുഷ്ടനായിട്ട് ഗൃഹാൻ യാതഃ സ്വഗൃഹത്തിലേക്ക് പോയി. തഥാ അപ്രകാരം ആ വാഗ്ദാനം അനുസരിച്ച്, അപ്രകാരം എന്ന് പറയുമ്പോൾ ആ വാഗ്ദാനം അനുസരിച്ച് അർപ്പിതം അഭി അർപ്പിച്ചു എങ്കിലും ത്വത് ആദ്യം സഹജം അങ്ങയുടെ ആദ്യത്തെ സഹോദരനെ അസൗ ഇവൻ ആ കംസൻ സ്നേഹേന സ്നേഹം കൊണ്ട് ന അഹൻ വധിച്ചില്ല. ദേവ ഗുരുവായൂരപ്പ ദുഷ്ടാനാം അഭി ദുഷ്ടന്മാർക്കും ഏകത ഒരിക്കൽ എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ പുഷ്ടകരുണ ദീഹി കാരുണ്യം തികഞ്ഞ ബുദ്ധി ദൃഷ്ടാഹി കാണാറുണ്ടല്ലോ. അപ്പം ഇവിടെ കോപം കൊണ്ട് ദേവകിയുടെ തലമുടിക്ക് കടന്നു പിടിച്ച കംസനോട് വസുദേവര് യുക്തികളും ന്യായങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കംസനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ദേവകിയെ വിട്ടില്ല എന്നാണ്. അപ്പോൾ ആ വിടില്ല എന്ന് മനസ്സിലായപ്പോൾ വാക്കുകൊണ്ടൊന്നും കാര്യമില്ല, എന്താ പറയുക, സമാധാനിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ വസുദേവർ പറയാണ് എട്ടാമത്തെ പുത്രൻ വധിക്കും എന്നല്ലേ അശരീരിയിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാ കുട്ടികളെയും താങ്കൾക്ക് സമർപ്പിച്ചോളാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് കംസന്. അത് കേട്ടപ്പോൾ കംസന് കുറച്ച് സമാധാനമായി. അങ്ങനെ സ്വന്തം ഗൃഹത്തിലേക്ക് കംസൻ അവിടുന്ന് പോവുകയാണ്. പിന്നീട് ആ വസുദേവർ കൊടുത്ത ആ വാഗ്ദാനം അനുസരിച്ചിട്ട് ആദ്യത്തെ കുട്ടിയെ വസുദേവരെ കംസന് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വിചാരിച്ച പോലെ വധിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാലും ആ കുട്ടിയെ കംസൻ വധിച്ചില്ല എല്ലാവർക്കും. അപ്പോൾ മേൽപ്പത്തൂര് പറയാണ്,
ഇവിടെ ഗുരുവായൂരപ്പ എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ സ്വഭാവം ഉണ്ടാവണമെന്നില്ലല്ലോ. ദുഷ്ടന്മാർക്ക് ചിലപ്പോഴൊക്കെ ചിലരോട് കരുണ തോന്നാറുണ്ടല്ലോ എന്നിവിടെ മേൽപ്പത്തൂർ പറയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. താവത്വന്മനസൈവ നാരദമുനി പ്രോജേ സ ഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ചയതവോ ജാനാസി കിം ന പ്രഭോ മായാവീ സഹരിർഭവദ്ബധകൃതേ ഭാവീസുരപ്രാർത്ഥനാദിത്യാകർണ്യ യദൂനദൂധുനദസൗ ശൗരേശ്ച സൂനൂനഹൻ. പദമുറിച്ച് പറയാം. താവത് ത്വന്മനസ ഏവ നാരദമുനിഃ പ്രോജേ സ ഭോജേശ്വരം യൂയം നനു അസുരാः സുരാः ച യദവഃ ജാനാസി കിം ന പ്രഭോ മായാവി സ ഹരിഃ ഭവത് വധകൃതേ ഭാവി സുരപ്രാർത്ഥനാത് ഇതി ആകർണ്യ യദൂൻ അദൂധുനത് അസൗ ശൗരേഃ ച സൂനൂൻ അഹൻ. താവത് ത്വത് മനസ ഏവ, ആ ഇടയ്ക്ക് അവിടുത്തെ അന്തർഗതമനുസരിച്ച് തന്നെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെ സഹനാരദമുനി, ആ നാരദമുനി ഭോജേശ്വരം പ്രോജെ, ഭോജരാജാവായ കംസനോട് പറഞ്ഞു. യൂയം അസുരാഹ, നിങ്ങൾ അസുരാംശജരും യദവഹ സുരാഹ ച നനു, യാദവരെ ദേവാംശജരും ആണല്ലോ. പ്രഭോ കിം ന ജാനാസി, അങ്ങേക്ക് അറിഞ്ഞുകൂടെ. മായാവി സ ഹരി, മായാവിയായ ആ ഹരി സുരപ്രാർത്ഥനാത്, ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ചിട്ട് ഭവത് വധകൃതേ, അങ്ങയുടെ വധത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവിക്കുന്നുണ്ട്. ഇതി ആകർണ്യ, അത് കേട്ടിട്ട് അസൗ, ഈ കംസൻ യദൂൻ അദൂധുനത്, യാദവരെയെല്ലാം വിറപ്പിക്കുകയും ശൗരേ സൂനൂൻ, ശൗരേഹേ സൂനൂൻ, വസുദേവരുടെ കുട്ടികളെ അഹഞ്ച, ഹനിക്കുകയും ചെയ്തു. വസുദേവരുടെ ആദ്യത്തെ കുട്ടിയെ കൊല്ലാതെ കംസൻ എന്താ പറയുക, ലേശം കരുണ കാണിച്ചപ്പോൾ ഗുരുവായൂരപ്പ, മേൽപ്പത്തൂർ പറയണ ഗുരുവായൂരപ്പ അവിടുത്തെ പ്രേരണ കൊണ്ട് നാരദമുനി ഉടൻ തന്നെ അവിടെ എത്തിയിട്ട് കംസനോട് പറയാണ്, നിങ്ങൾ അസുരൻ്റെ അംശത്തിൽ പിറന്നവരും യാദവര് ദേവാംശത്തിൽ പിറന്നവരുമാണല്ലോ, അത് അങ്ങേക്ക് നല്ലതുപോലെ അറിയുന്നതുമാണ്. മായാവിയായ ആ ഹരി ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ച് അങ്ങയെ വധിക്കാനായിട്ട് ഭൂമിയിൽ അവതരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നാരദ മഹർഷി പറഞ്ഞത് കേട്ട കംസൻ യാദവരെയെല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി എന്നാണ്. പിന്നീടുണ്ടായ 6 കുട്ടികളെയും കംസൻ വധിക്കുകയും ചെയ്തു. ഇനി 10ാമത്തെ ശ്ലോകം. പ്രാപ്തേ സപ്തമഗർഭതാമഹിപദൗ ത്വത്പ്രേരണാൻ മായയാ നീതേ മാധവരോഹിണീം ത്വമഭിഭോ സച്ചിത്സുഖൈകാത്മകാ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനഃസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. പദമുറിച്ച് പറയാം. പ്രാപ്തേ സപ്തമ ഗർഭതാം അഹിപദൗ ത്വത് പ്രേരണാത് മായയാ നീതേ മാധവ രോഹിണീം ത്വം അഭി ഭോഃ സച്ചിത്സുഖൈക ആത്മക, സച്ചിത്സുഖ ഏക ആത്മക, സച്ചിത്സുഖൈകാത്മക ദേവക്യാം ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനഃ സുരൈഃ സ ത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. അനന്തരം അഹിപദൗ, സർപ്പരാജൻ എന്ന് പറയുമ്പോൾ ആദിശേഷൻ, സപ്തമ ഗർഭതാം പ്രാപ്തേ, ദേവകിയുടെ 7ാമത്തെ ഗർഭം എന്ന അവസ്ഥയെ പ്രാപിച്ചപ്പോൾ, ദേവകി 7ാമത് ഗർഭം ധരിച്ചപ്പോൾ മാധവ, ഗുരുവായൂരപ്പ ത്വത് പ്രേരണാത്, അവിടുത്തെ പ്രേരണ കൊണ്ട് മായാദേവിയാൽ രോഹിണീം നീതേ, രോഹിണിയിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ ഹേ വിഭോ, സർവവ്യാപിയായ സച്ചിത്സുഖ
ഏകാത്മക സച്ചിദാനന്ദ സ്വരൂപനായ ത്വം അഭി അവിടുന്നും ദേവക്യാഹ ജഠരം വിവേശിത ദേവകിയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ചു. ഹേ കൃഷ്ണ, സുരൈഹി സംസ്തൂയമാനഃ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട സഹ ത്വം അവിടുന്ന് രോഗപടലിം വിധൂയ എല്ലാ രോഗങ്ങളെയും നിശേഷം അകറ്റിയിട്ട് മേ എനിക്ക് ഉത്കൃഷ്ടമായ ഭക്തിയെ തന്നാലും ഭക്തിം പരാം ദേഹിമേ. ഇവിടെ ആദിശേഷൻ ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ ഭഗവാന്റെ പ്രേരണ കൊണ്ട് മായാദേവി ദേവകിയുടെ ആ 7ാമത്തെ ഗർഭം എന്ന അവസ്ഥയെ രോഹിണിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. പിന്നീട് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ദേവകിയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ചു. ഇത്രയും പറഞ്ഞിട്ട് മേൽപ്പത്തൂർ പറയാണ്, ഇതറിഞ്ഞ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ഭഗവാനെ സകല രോഗങ്ങളെയും മാറ്റിയിട്ട് എനിക്ക് അങ്ങയിലെ ഉറച്ച ഭക്തി തരണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് 37ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. അടുത്തത് 38ാമത്തെ ദശകം ശ്രീകൃഷ്ണാവതാരം. 1ാമത്തെ ശ്ലോകം. ആനന്ദരൂപ ഭഗവന്നയിതേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘന മണ്ഡലേർദ്യാമാവൃണ്വതി വിരുരുജേ കില വർഷവേല. പദമുറിച്ച് പറയാം. ആനന്ദരൂപ ഭഗവൻ ഐ തേ അവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈഃ കാന്തിവ്രജൈഃ ഇവ ഘനാഘന മണ്ഡലൈഃ ആദ്യാം ആവൃണ്വതി ദ്യാം ആവൃണ്വതി ഘനാഘന മണ്ഡലൈഃ ദ്യാം ആവൃണ്വതി വിരുരുജേ കില വർഷവേല. അയി ആനന്ദരൂപ ഭഗവൻ അനന്തമൂർത്തിയായ ഗുരുവായൂരപ്പ തേ അവതാരേ പ്രാപ്തേ അങ്ങയുടെ അവതാരകാലം അടുത്തപ്പോൾ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈഃ ഉജ്ജ്വലിക്കുന്ന തിരുമയിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന കാന്തിവ്രജൈഃ ഇവ തേജസ്സാണോ എന്ന് തോന്നും വിധത്തില് ഘനാഘന മണ്ഡലൈഃ കനത്ത കാർമേഘങ്ങളെ കൊണ്ട് ആകാശത്തെ ആവരണം ചെയ്തുകൊണ്ട് ദ്യാം ആവൃണ്വതി ആകാശത്തെ ആവരണം ചെയ്തുകൊണ്ട് വർഷവേല വിരുരുചേ കില വർഷക്കാലം വിളങ്ങിയല്ലോ. അപ്പോൾ അവതാര സമയം അടുത്തു വന്നപ്പോൾ വർഷക്കാലം വന്നു ചേർന്നു എന്ന് പറയാണ് ഈ ശ്ലോകത്തിൽ. മേൽപ്പത്തൂർ പറയാണ്, അനന്തമൂർത്തിയായ ഗുരുവായൂരപ്പ അങ്ങയുടെ അവതാര സമയം അടുത്തപ്പോൾ അവിടുത്തെ ഉജ്ജ്വലിക്കുന്ന തിരുമയിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന തേജസ്സാണോ എന്ന് തോന്നും വിധത്തിൽ കനത്ത കാർമേഘങ്ങൾ കൊണ്ട് ആകാശത്തെ ആവരണം ചെയ്തതുപോലെ നല്ല മഴ പെയ്യാൻ തുടങ്ങി എന്നാണ്. അടുത്തത് 2ാമത്തെ ശ്ലോകം. ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയവിധോ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പദമുറിച്ച് പറയാം. ആശാസു ശീതളതരാസു പയോദതോയൈഃ ആശാസിത ആപ്തി വിവശേഷു ച സജ്ജനേഷു നൈഷാകര ഉദയ വിധൗ നിശി മധ്യമായാം ക്ലേശാപഹഃ ത്രിജഗതാം ത്വം ഇഹ ആവിരാസീഃ. പയോദതോയൈഃ ആശാസു ശീതളതരാസു മഴവെള്ളം കൊണ്ട് ദിക്കുകളെല്ലാം നല്ലതുപോലെ കുളിർത്തപ്പോൾ ആശ എന്ന് പറഞ്ഞ ദിക്ക്, അങ്ങനെയുള്ള ഒരു തണുത്ത അന്തരീക്ഷത്തിൽ സജ്ജനേഷു ആശാസിത ആപ്തി വിവശേഷു സജ്ജനങ്ങൾ
ആഗ്രഹിച്ചത് തന്നെ കൈവന്നതുകൊണ്ടുള്ള ആഗ്രഹിച്ചത് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അവതാരം. അപ്പോൾ ആ ഭഗവാന്റെ അവതാരം കൈവന്നത് കൊണ്ടുള്ള പാരവശ്യത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ മധ്യമായാം ദിശി പാതിരാത്രിയിൽ അർദ്ധരാത്രിയിൽ നൈശാകര ഉദയ വിധൗ ചന്ദ്രൻ ഉദിച്ച സമയത്ത് എന്ന് പറയുമ്പോൾ ചന്ദ്രോദയത്തിലെ ത്രിജഗതാം ത്രൈലോക്യത്തിൻ്റെ ക്ലേശ അപഹ ക്ലേശങ്ങളൊക്കെ തീർക്കുന്ന ത്വം അവിടുന്ന് ഇഹ ആവിരാസീഹി ഈ ലോകത്തിൽ അവതരിച്ചു. അപ്പോൾ ഭഗവാന്റെ ജ്വലിക്കുന്ന തേജസ്സാണോ എന്ന് തോന്നും വിധത്തിൽ ആകാശം മേഘാവൃതമായപ്പോൾ മഴവെള്ളം കൊണ്ട് ദിക്കുകളെല്ലാം നനഞ്ഞപ്പോൾ അന്തരീക്ഷത്തിലെ ഇളം തണുപ്പേറ്റ് മനം കുളിർത്തപ്പോൾ സജ്ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഭഗവാന്റെ അവതാരത്തിന് ഇനി അധിക സമയമില്ല എന്ന സന്തോഷം കൊണ്ട് അനിർവചനീയമായ ആനന്ദം കൊണ്ട് പരവശരായിട്ടിരിക്കുമ്പോൾ അർദ്ധരാത്രിയിലെ ചന്ദ്രോദയത്തിൽ 3 ലോകങ്ങളുടെയും സർവ്വദുഃഖങ്ങളെയും അപഹരിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു. ഇനി 3-ാമത്തെ ശ്ലോകം. ബാല്യസ്പൃശാഭിവപുഷാ ദധുഷാ വിഭൂതിരുദ്യത്കിരീടകടകാംഗദ ഹാരഭാസാം ശങ്കാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതികേഹേ. പദമുറിച്ച് പറയാം. ബാല്യസ്പൃശ അഭി വപുഷ ദദുഷ വിഭൂതിഹി ഉദ്യത് കിരീട കടക അംഗദ ഹാര ഭാസ ശംഖ അരി വാരിജ ഗദ പരിഭാസിതേന മേഘ അസിതേന പരിലേസിത സൂതികേഹേ. ബാല്യസ്പൃശ അഭി ബാലഭാവത്തിലാണെങ്കിലും വിഭൂതിഹി ദധുഷ ഐശ്വര്യങ്ങളെ ആവഹിക്കുന്നതും ഉദ്യത് കിരീട കടക അംഗദ ഹാര ഭാസ കിരീടം കടകം അംഗദം ഹാരങ്ങൾ എന്നിങ്ങനെയുള്ള ആഭരണങ്ങളുടെ കാന്തി കൊണ്ട് ശോഭിക്കുന്നതും ശംഖ അരി വാരിജ ഗദ പരിഭാസിതേന ശംഖം ചക്രം ഗദ താമര എന്നിവയാൽ 4 ഭാഗത്തും കാന്തി വിതറുന്നതും മേഘ അസിതേന മേഘശ്യാമളവുമായ വപുഷ തിരുമേനി കൊണ്ട് അവിടുന്ന് സൂതി ഗേഹേ ഈറ്റില്ലത്തിലെ പരിലേസിത പ്രകാശം പരത്തിക്കൊണ്ട് പരിലസിച്ചു. അപ്പോൾ ഭഗവാൻ അവതരിച്ചത് ബാലഭാവത്തിലാണെങ്കിലും സകല ഐശ്വര്യങ്ങളോടും കൂടി വൈഷ്ണവ ഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് കിരീടം അംഗദം ഹാരങ്ങൾ എന്നിങ്ങനെയുള്ള ആഭരണങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ശംഖ് ചക്രം ഗദ താമര എന്നിവ കൊണ്ട് 4 ഭാഗത്തും കാന്തി വിതറുന്നതും മേഘശ്യാമള വർണ്ണത്തോടു കൂടിയതുമായ തിരുമേനി കൊണ്ട് ഗുരുവായൂരപ്പ അവിടുന്ന് ഈറ്റില്ലത്തിലെ ഗർഭഗൃഹത്തിലെ പ്രകാശം പരത്തിക്കൊണ്ട് പരിലസിച്ചു. ഇനി 4-ാമത്തെ ശ്ലോകം. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈം തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീം ഉന്മാർജയന്നിവ വിരേജിത വാസുദേവാം. പദമുറിച്ച് പറയാം. വക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മി മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈഃ തന്മന്ദിരസ്യ ഖല കംസകൃതാം അലക്ഷ്മീം ഉന്മാർജയൻ ഇവ വിരേജിത വാസുദേവ. ഹേ വാസുദേവ ത്വം, ഹേ വസുദേവപുത്രനായ ഭഗവാനെ അവിടുന്ന് വക്ഷസ്ഥലി സുഖനിലീന വിലാസിഹി മാറിടത്തിൽ സുഖമായിട്ട് ലയിച്ചിരുന്ന് വിലസുന്ന ലക്ഷ്മി മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷ ഭേദൈഹി ലക്ഷ്മിയുടെ ലജ്ജയോടുകൂടിയ കടാക്ഷ വിശേഷങ്ങളെ കൊണ്ട് മന്ദാക്ഷം എന്ന് പറഞ്ഞ ലജ്ജയോടുകൂടിയ തന്മന്ദിരസ്യ ആ ഗൃഹത്തിൽ ഖല കംസകൃതാം കംസന്റെ ദുഷ്ടത കൊണ്ട് സംഭവിച്ച അലക്ഷ്മിയും അശ്രീകരങ്ങളെ ഉന്മാർജയൻ ഇവ ഉന്മാർജനം ചെയ്യുന്നുവോ എന്ന് തോന്നും വിധത്തിൽ വിരേജിത വിരാജിച്ചു.
ശംഖചക്ര ഗദാധാരിയായി ഭഗവാൻ അവതരിച്ച സമയത്ത് ഭഗവാന്റെ വക്ഷസ്സിൽ സുഖമായിട്ട് ലയിച്ച് വിലസുന്ന ലക്ഷ്മി ദേവി ചുറ്റുപാടും ഒന്ന് നോക്കിയപ്പോൾ തന്നെ കംസന്റെ ദുഷ്ടത കൊണ്ട് അവിടെ സംഭവിച്ച എന്ന് പറയുമ്പോൾ കംസന്റെ പ്രവൃത്തികൾ കൊണ്ട് അവിടെ വന്നു ചേർന്ന എല്ലാ അലക്ഷ്മികളും എല്ലാ അശ്രീകരങ്ങളും അടിച്ചു വാരിക്കളഞ്ഞതുപോലെ അവിടെ നിന്ന് മാറിപ്പോയി എന്ന് പറയാണ്. ഇനി 5-ാമത്തെ ശ്ലോകം. ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോഭിः ദൂരസ്ഥിതം വപുരിദീക്ഷ നിജേക്ഷണാഭ്യാം ഗദ്ഗദാദ്രസ്തുഷ്ടാവദൃഷ്ടിമകരന്ദരസം ഭവന്തം. പദമുറിച്ച് പറയാം. ശൗരിഹി തു ധീരമുനിമണ്ഡലചേതസഃ അപി ദൂരസ്ഥിതം വപുഃ ഉദീക്ഷ്യ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പപുളക ഉദ്ഗമ ഗദ്ഗദ ആർദ്രഃ തുഷ്ടാവ ദൃഷ്ടി മകരന്ദരസം ഭവന്തം. ശൗരിഹി തു വസുദേവരാകട്ടെ ധീരമുനിമണ്ഡലചേതസഃ അഭി ജിതേന്ദ്രിയന്മാരായ മുനിമാരുടെ മനസ്സിൽ നിന്നുപോലും ദൂരെ നിൽക്കുന്ന എന്ന് പറയുമ്പോൾ മുനിമാരുടെ സമാധിക്ക് പോലും വിഷയമല്ലാത്ത വപുവു അങ്ങയുടെ ആ പൂമേനി നിജ ഈക്ഷണാഭ്യം ഉദീക്ഷ്യ തൻ്റെ 2 കണ്ണുകൾ കൊണ്ടും നിറയെ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ കണ്ണിറയെ കണ്ടിട്ട് ആനന്ദബാഷ്പപുളക ഉദ്ഗമ ഗദ്ഗദ ആർദ്രഃ ആനന്ദാശ്രുക്കളാൽ ഉണ്ടായ രോമാഞ്ചം കൊണ്ട് തൊണ്ടയിടറുക തുടങ്ങിയ ഗദ്ഗദ ആർദ്ര എന്ന് പറയുമ്പോൾ തൊണ്ടയിടറിക്കൊണ്ട് ആർദ്രമായ ഹൃദയത്തോടു കൂടിയിട്ട് ദൃഷ്ടി മകരന്ദരസം ഭവന്തം കണ്ണിന് മകരന്ദരസമായ ഭഗവാനെ കണ്ണുകൾക്ക് പൂന്തേൻ കുഴമ്പായ ഭവന്തം അങ്ങയെ തുഷ്ടാവ സ്തുതിച്ചു. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാനെ കണ്ടപ്പോൾ വസുദേവർക്കുണ്ടായ അനുഭൂതി വിവരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെ ജയിച്ച മുനിമാരുടെ സമാധിക്ക് പോലും വിഷയമല്ലാത്ത ധീര മുനിമണ്ഡലചേതസഃ അഭി ദൂരസ്ഥിതം വപു എന്നാണ്. ജിതേന്ദ്രിയന്മാരായ മുനിമാർക്ക് സമാധിയിൽ പോലും കാണാൻ സാധിക്കാത്ത അത്രയ്ക്കും ദൂരസ്ഥിതനായ ഭഗവാന്റെ ആ പൂമേനിയെ കണ്ണിറയെ കാണാൻ സാധിച്ച വസുദേവരെ ആനന്ദ കണ്ണുനീരിൻ്റെ പ്രവാഹം കൊണ്ട് ഉൾപുളകത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് മനസ്സ് ആർദ്രമായിട്ട് സാത്വിക ഭാവങ്ങളോടെ ആ കണ്ണുകൾക്ക് പൂന്തേൻ കുഴമ്പായ ഭഗവാന് ആ കണ്ണുകളോടുകൂടിയ ആ കണ്ണുകൾക്ക് എന്താ പറയുക കണ്ണുകൾക്ക് പൂന്തേൻ കുഴമ്പായ ഭഗവാനെ എന്ന് പറയുമ്പോൾ നയനാനന്ദകരമായ ആ പൂമേനിയോടുകൂടിയ ആ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകം വസുദേവരുടെ സ്തുതിയാണ്. 6-ാമത്തെ ശ്ലോകം. ദേവപ്രസീദ പരപൂരുഷ താപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനഭാഗുരു കൃപാ ഗുരുഭി കടാക്ഷൈരിത്യാദിതേന മുദിതേന ചിരം നുദോ ഭൂഹു. പദമുറിച്ച് പറയാം. ദേവ പ്രസീദ പരപൂരുഷ താപവല്ലി നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാൻ അപാഗുരു കൃപാഗുരുഭിഃ കടാക്ഷൈഃ ഇത്യാദി തേന മുദിതേന ചിരം നുദഃ അഭൂഹു. ഹേ പരപൂരുഷ ദേവ പ്രസീദ, പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ പ്രസാദിക്കണേ. ഹേ താപവല്ലി നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ, താപവല്ലി ദുഃഖമാകുന്ന വള്ളി. നിർലൂനിതാത്ര എന്ന് പറയുമ്പോൾ നിർലൂനനം ചെയ്യാനുള്ള മുറിച്ചു മാറ്റാനുള്ള നിതാത്ര വാള്, ദുഃഖവള്ളി അറുക്കുന്ന വാളുപോലെ വിളങ്ങുന്ന കടാക്ഷ ഭംഗി കൊണ്ട് വിലസുന്ന ഭഗവാനെ
കൃപാഗുരുഭിഹി കടാക്ഷൈഹി കരുണ നിറഞ്ഞ കടാക്ഷങ്ങളെ കൊണ്ട് ഖേദാൻ അപാഗുരു എൻ്റെ ദുഃഖം മുഴുവനും നീക്കിത്തരണേ ഇത്യാദി എന്നിങ്ങനെ മുദിതേന തേന സന്തുഷ്ടനായ വസുദേവരാൽ അങ്ങയെ ചിരം നുദഹ അഭൂഹു വളരെ നേരം സ്തുതിച്ചു. വസുദേവര് ഭഗവാനെ സ്തുതിക്കുകയാണ്. പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ സാധിക്കണേ, അങ്ങയുടെ കരുണാകടാക്ഷം ഒന്നുകൊണ്ട് തന്നെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നിങ്ങനെയുള്ള താപത്രയങ്ങളെ ദുഃഖമാകുന്ന വള്ളികളെ തുടച്ചു മാറ്റാൻ, അറുത്തു മാറ്റാനുള്ള വാളുപോലെ വിളങ്ങുന്ന അങ്ങയുടെ കടാക്ഷ ഭംഗി കൊണ്ട് എന്ന് പറയുമ്പോൾ സകല ദുഃഖങ്ങളെയും അറുത്തു മാറ്റാൻ കഴിയുന്ന വാളുപോലെയാണ് ഭഗവാന്റെ കടാക്ഷം എന്നാണ്. അങ്ങനെ വിലസുന്ന ആ കടാക്ഷ ഭംഗി കൊണ്ട് വിലസുന്ന ഭഗവാനെ, ആ കാരുണ്യ കടാക്ഷങ്ങളെ കൊണ്ട് എൻ്റെ സകല ദുഃഖങ്ങളെയും മാറ്റിത്തരണേ എന്നിങ്ങനെ അത്യധികം സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി വസുദേവര് കുറേ നേരം ഗുരുവായൂരപ്പ അങ്ങയെ സ്തുതിച്ചു. ആ വസുദേവര് ഗുരുവായൂരപ്പ അവിടുത്തെ അങ്ങയെ സ്തുതിച്ചു എന്ന് മേൽപ്പത്തൂര് ഇവിടെ പറയുകയാണ്. ഇനി 7ാമത്തെ ശ്ലോകം. മാത്രാ ച നേത്രസലിലാസ്തൃതഗാത്രബല്യാ സ്തോത്രൈരഭിഷ്ടുതഗുണകരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാധുർഗിരാദധിതമാനുഷ ബാലവേഷം. പദം മുറിച്ച് പറയാം. മാത്ര ച നേത്ര സലില ആസ്തൃത ഗാത്രവല്യ സ്തോത്രൈഹി അഭിഷ്ടുത ഗുണഃ കരുണാലയഃ ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യ താഭ്യാം മാധുഃ ഗിര ദധിത മാനുഷ ബാലവേഷം. നേത്ര സലില ആസ്തൃത ഗാത്രവല്യ നേത്രങ്ങളിൽ നിന്ന് ഒഴുകിയ ആനന്ദ കണ്ണുനീർ കൊണ്ട് ആസ്തൃത നനഞ്ഞു കുതിർന്ന ശരീരത്തോടു കൂടിയ മാത്രാച്ച അമ്മയും. ഗാത്രവല്ലി എന്ന് പറയുമ്പോൾ ശരീരമാകുന്ന വള്ളി. സ്ത്രീ ശരീരത്തെ കവികൾ വള്ളിയോട് ഉപമിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഗാത്രവല്ലി എന്ന് പറയുമ്പോൾ ദേവകിയുടെ ശരീരത്തിനെ പറയാണ്. സ്തോത്രൈഹി അഭിഷ്ടുത ഗുണഃ വാഴ്ത്തി സ്തുതിച്ച, സ്തോത്രങ്ങളെ കൊണ്ട് വാഴ്ത്തി സ്തുതിച്ച ഗുണങ്ങളോടുകൂടിയ കരുണാലയഃ ത്വം കരുണയുടെ ആലയമായ കരുണാമയനായ ത്വം അവിടുന്ന് താഭ്യാം അവർക്കായിക്കൊണ്ട്, അച്ഛനമ്മമാർക്കായിക്കൊണ്ട് പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യ എന്ന് പറയുമ്പോൾ അവരുടെ ആ കഴിഞ്ഞുപോയ അച്ഛനമ്മമാരുടെ കഴിഞ്ഞുപോയ വസുദേവരുടെയും ദേവകിയുടെയും കഴിഞ്ഞ 2 ജന്മങ്ങളിലുണ്ടായ യുഗളം എന്ന് പറയുമ്പോൾ രണ്ട് ജന്മങ്ങളിലുണ്ടായ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ട് ഓർമ്മിപ്പിച്ചിട്ട് മാധുഹുഗിര അമ്മയുടെ അപേക്ഷ അനുസരിച്ച് ബാലവേഷം ദധിത ബാലവേഷത്തെ അവലംബിച്ചു. അപ്പോൾ ഇവിടെ അമ്മയായ ദേവകിയുടെ ശരീരം കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആനന്ദാശ്രുക്കളെ കൊണ്ട് നനഞ്ഞു കുതിർന്നു എന്ന് മേൽപ്പത്തൂര് പറയാണ്. അപ്പോൾ ആ ആനന്ദ കണ്ണുനീരോട് കൂടിയിട്ട് ദേവകിയും ഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ അവരുടെ ഇതിനു മുൻപുള്ള 2 ജന്മങ്ങളിലെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതിന് ശേഷം ദേവകിയുടെ അപേക്ഷ അനുസരിച്ചിട്ട് ആ ദിവ്യരൂപമൊക്കെ മാറ്റിയിട്ട് സാധാരണ ശിശുവിൻ്റെ വേഷത്തിലേക്ക് മാറുകയാണ്. അടുത്തത് 8ാമത്തെ ശ്ലോകം. ത്വത്പ്രേരിതസ്തദനു നന്ദതനുജയാത്തെ വ്യത്യാസമാരചയിതും സഹിശൂരസൂനു ത്വാം ഹസ്തയോരധൃതചിത്തവിധാര്യമാര്യൈ അംബോരുഹസ്തകളഹംസ ചോരരമ്യം. പദം മുറിച്ച് പറയാം. ത്വത് പ്രേരിതഃ തദനു നന്ദതനൂജയാ തേ വ്യത്യാസം ആരചയിതും സ ഹി ശൂരസൂനുഃ
ത്വാം ഹസ്തയോः അധൃത ചിത്തവിധാര്യം ആര്യൈഃ അംബോരുഹസ്ത കളഹംസ കിശോര രമ്യം. തദനു സഹ ശൂരസൂനുഃ ഹി, പിന്നീട് ആ ശൂരസൂനുവാകട്ടെ, വസുദേവരാകട്ടെ, ത്വത് പ്രേരിതഃ, അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട്, നന്ദതനൂജയാ തേ, നന്ദഗോപരുടെ മകളുമായിട്ട്, തേ അങ്ങേക്ക്, വ്യത്യാസം ആരചയിതും, വ്യത്യാസത്തെ ആരചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെച്ചുമാറ്റത്തിന് ഒരുങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്താൻ ഒരുങ്ങിയിട്ട്. ആര്യൈഹി, യോഗീശ്വരന്മാർക്ക് പോലും, ചിത്തവിധാര്യം ത്വം, മനസ്സുകൊണ്ട് മാത്രം ധരിക്കാൻ സാധിക്കുന്നതുമായ, അറിയാൻ സാധിക്കുന്ന അങ്ങയെ, ഹസ്തയോഹോ, രണ്ട് കൈകളിലുമായി, അംഭോരുഹസ്ത കളഹംസ കിശോര രമ്യം, താമരപ്പൂവിലിരിക്കുന്ന കളഹംസ ശിശുവിനെ എന്ന പോലെ ആകർഷകമാകും വണ്ണം അധൃത, വാരിയെടുത്തു. അപ്പോൾ ഇവിടെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് വസുദേവര് നന്ദഗോപരുടെ മകളുമായിട്ട് ഒരു വെച്ചുമാറ്റത്തിന് ഒരുങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരത്തെ തന്നെ അമ്മയോടും അച്ഛനോടും ദേവകി വസുദേവന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്നെ കൊണ്ടുപോയി നന്ദഗൃഹത്തിൽ കിടത്തിയിട്ട് അവിടെ യശോദ പ്രസവിച്ച പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തണം. അപ്പോൾ ആ പറഞ്ഞതനുസരിച്ച്, ഭഗവാൻ പറഞ്ഞതനുസരിച്ച്, ആര്യൈഹി ചിത്തവിധാര്യം ത്വാം, ശ്രേഷ്ഠന്മാർ പോലും തപസ്വികൾ പോലും വളരെ കഷ്ടപ്പെട്ട് ചിത്തത്തിൽ മാത്രം ധരിക്കുന്ന ഭഗവാന്റെ രൂപം എന്ന് പറയുമ്പോൾ ഋഷീശ്വരന്മാർ പോലും മനസ്സിൽ മാത്രം കാണുന്ന ആ ബാലമുകുന്ദനെ, ബാലമുകുന്ദം മനസാ സ്മരാമി, ആ ബാലമുകുന്ദനെ വസുദേവര് രണ്ട് കൈകളിലും വാരിയെടുക്കുകയാണ്. അംബോരുഹസ്ത കളഹംസ കിശോരരമ്യം, താമരപ്പൂവിലിരിക്കുന്ന കളഹംസ ശിശുവിനെ എന്ന പോലെ എന്ന് പറയുമ്പോൾ ഇവിടെ വസുദേവരുടെ മനോഹരമായ കൈകളെ ചുവന്ന താമരപ്പൂവിനോട് കവി ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഭഗവാനെ ഒരു അരയന്ന കുഞ്ഞിനോടും, ഭഗവാനെ ഒരു അരയന്നത്തിൻ്റെ കുഞ്ഞിനോട് ഉപമിക്കുകയാണ്. ഒരു കൊച്ചരയന്നത്തെ ഒരു താമരപ്പൂവിൽ എടുത്തു വെക്കുന്നത് പോലെ, ഒരു അരയന്നത്തിൻ്റെ കുട്ടിയെ ഒരു താമരപ്പൂവിലേക്ക് എടുത്ത് ഇങ്ങനെ വെക്കുന്നത് പോലെ ആ വസുദേവര് ഗുരുവായൂരപ്പ അങ്ങയെ, മെൽപ്പത്തൂര് പറയാണ്, ഗുരുവായൂരപ്പ അങ്ങയെ ആ വസുദേവര് രണ്ട് കൈകളിലും വാരിയെടുത്തു എന്ന് പറയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. ജാതാ തദാ പശുപസത്മനി നിദ്രാ വിമുദ്രിതമധാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈര്യത് ദ്വാരൈ സ്വയം ബഖടി സംഘടിതൈ സുഗാഠം. പദമുറിച്ച് പറയാം. ജാതാ തഥാ പശുപസത്മനി നിദ്രാ വിമുദ്രിതം അഥ അകൃത പൗരലോകം ത്വത് പ്രേരണാത് കിം ഇഹ ചിത്രം അചേതനൈഃ യത് ദ്വാരൈഃ സ്വയം ബഖടി സംഘടിതൈഃ സുഗാഠം. അഥ തഥാ ത്വത് പ്രേരണാത്, അനന്തരം അപ്പോൾ, ത്വത് പ്രേരണാത് ഭഗവാനെ അവിടുത്തെ പ്രേരണ കൊണ്ട്, പശുപസത്മനി ജാത യോഗനിദ്ര, അമ്പാടിയിൽ ജനിച്ച യോഗനിദ്ര, യോഗമായ പൗരലോകം നിദ്രാവിമുദ്രിതം അകൃത, പുരവാസികളെ മുഴുവൻ ഗാഠമായ നിദ്രയിൽ ആഴ്ത്തി. ഇഹ കിം ചിത്രം, ഇവിടെ എന്താണ് അത്ഭുതം. യത് സുഗാഠം സംഘടിതൈഹി, ഗാഠമായി ബന്ധിച്ചിരുന്ന, യത് യാതൊന്നുണ്ടോ, അചേതനൈഹി ദ്വാരൈഹി, ജഡങ്ങളായ വാതിലുകളെല്ലാം സ്വയം ബഖടി, തന്നെത്താൻ തുറക്കപ്പെട്ടു. ഇവിടെ മെൽപ്പത്തൂര് ഭഗവാൻ മായയുടെ മഹിമ വ്യക്തമാക്കാണ്. വസുദേവരെ ഭഗവാനെ വാരിയെടുത്ത സമയത്ത്, ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെ അമ്പാടിയിൽ അവതരിച്ച മായാഭഗവതി പൗരജനങ്ങളെ മുഴുവനും ഗാഠമായ ഉറക്കത്തിലാക്കി എന്ന് പറഞ്ഞിട്ട് മെൽപ്പത്തൂര് ചോദിക്കുകയാണ്, ഇതിലിപ്പോൾ ഇഹ കിം ചിത്രം, ഇതിലിപ്പോൾ എന്താ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? അങ്ങനെ പുരവാസികളെല്ലാം
ഗാഠനിദ്രയിലായതിനു ശേഷം കാരാഗൃഹത്തിലെ എല്ലാ വാതിലുകളും തന്നെത്താൻ സ്വയം തുറന്നു എന്ന് പറയുകയാണ്. ഇനി 10ാമത്തെ ശ്ലോകം. ശേഷേണ ഭൂരിഭണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിതപഥോ മണിദീപിതേന ത്വാം ധാരയൻ സ ഖലു ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. പദമുറിച്ച് പറയാം. ശേഷേണ ഭൂരിഭണ വാരിത വാരിണ അഥ സ്വൈരം പ്രദർശിത പഥഃ മണിദീപിതേന ത്വാം ധാരയൻ സ ഖലു ധന്യതമഃ പ്രദസ്തേ സഹ അയം ത്വം ഈശ മമ നാശയ രോഗവേഗാൻ. അഥ ഭൂരിഭണവാരിത വാരിണ, പിന്നീട് ഭൂരിഭണ അനേകം പത്തി വിടർത്തി, വാരിത വാരിണ മഴയെ തടയുന്നവനും, മണിദീപിതേന രത്നങ്ങളെ കൊണ്ട് പ്രകാശിക്കുന്ന ശേഷേണ ആദിശേഷൻ, സ്വൈരം പ്രദർശിത പഥഃ വേണ്ടതുപോലെ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ, ത്വാം ധാരയൻ അങ്ങയെ എടുത്തിട്ട്, ധന്യതമഃ ധന്യനായ ഏറ്റവും ഭാഗ്യവാനായ വസുദേവര്, പ്രദസ്തേ ഖലു പുറപ്പെട്ടുവല്ലോ, ഹേ ഈശ ഭഗവാനെ, സഹ അയം ത്വം അവിടുന്ന്, മമ രോഗവേഗാൻ നാശയ എൻ്റെ രോഗവേഗത്തെ, രോഗശക്തിയെ നശിപ്പിക്കണേ. അപ്പം അങ്ങനെ ആ കാരാഗൃഹത്തിലെ വാതിലുകളെല്ലാം തന്നെത്താൻ തുറക്കുകയാണ്. അപ്പം അങ്ങനെ തുറന്നപ്പോൾ ബാലമുകുന്ദനെ കയ്യിലെടുത്തുകൊണ്ട് വസുദേവര് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല മഴയാണ്. വർഷവേല വിരുരുചേക്കില, നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, ഭഗവാൻ അവതാരം എടുത്തപ്പോൾ വർഷകാലവും വന്നു ചേർന്നു. അപ്പോൾ ആ മഴയത്ത് ഭഗവാൻ നനയാതിരിക്കാനായിട്ട് ആദിശേഷൻ കുട പിടിക്കുകയാണ്. ഭൂരിഭണവാരിതവാരിണ അനേകം പത്തി വിടർത്തി മഴയെ തടയുകയാണ്. അതുപോലെ തന്നെ മണിദീപിതേന ശേഷേണ സ്വൈരം പ്രദർശിത പഥഃ ആദിശേഷന്റെ ശിരസ്സിലെ പ്രകാശം വിതറുന്ന മാണിക്യരത്നങ്ങൾ ആ രാത്രിയിൽ ഭഗവാന് വഴി തെളിയിച്ച് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ആദിശേഷൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഗുരുവായൂരപ്പ അങ്ങയെ വാരിയെടുത്തുകൊണ്ട് വസുദേവര് പുറപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അടിയൻ്റെ രോഗതീവ്രതയെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 38ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.